ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സ്പൈനൽ അനസ്തേഷ്യയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ തോമസ് പി ജോർജ് ആണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, എന്താണ് അനസ്തേഷ്യ? അനസ്തേഷ്യ നൽകുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചതാണ് ഇതിനെപ്പറ്റി. എങ്കിലും പുതിയ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ നിദ്രയാണ് അനസ്തേഷ്യ. താങ്കളുടെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അനസ്തേഷ്യ നൽകുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അനസ്തേഷ്യ നൽകുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ നേർവ് എന്ന് പറയുന്ന ഞരമ്പുകളിൽ കൂടിയുള്ള അയണുകളുടെ പ്രവർത്തനം താൽക്കാലികമായി കുറയ്ക്കുകയും അതിനാൽ രോഗി വേദനയും ബാക്കിയുള്ള ശരീരം ഭാഗങ്ങൾ മൂവ് ചെയ്യുന്നത്, അനങ്ങുന്നത് നിയന്ത്രിക്കാനും സാധിക്കും. അതിന് നമ്മൾ പലതരം മരുന്നുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഡോക്ടർ, അനസ്തേഷ്യ ഇപ്പോഴും ഭയക്കേണ്ട ആവശ്യമുണ്ടോ? അനസ്തീഷ്യ ഭയക്കേണ്ട ഒരു സാധനമല്ല. പക്ഷേ അനസ്തീഷ്യ നൽകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. നമ്മൾ സാധാരണ ഒരു രോഗിയെ അനസ്തീഷ്യ നൽകുമ്പോൾ അപകട സാധ്യത അനസ്തീഷ്യ നൽകാതെ ചെയ്യുന്നതിൽ കൂടുതലുണ്ട് അനസ്തീഷ്യ നൽകി ചെയ്യുമ്പോൾ. അപ്പോൾ രോഗിയുടെ ശരീരഘടന, രോഗിയുടെ മറ്റു രോഗങ്ങൾ, രോഗിയുടെ അപ്പോഴത്തെ ശരീരാവസ്ഥ എന്നിവയെല്ലാം, പിന്നെ ചെയ്യുന്ന സർജറി, ഇവയെല്ലാം അനസ്തീഷ്യ നൽകുന്നതിനെയും അനസ്തീഷ്യ നൽകുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതയെയും ബാധിക്കാറുണ്ട്. ഡോക്ടർ, അനസ്തേഷ്യ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അനസ്തീഷ്യ നൽകി നമ്മൾ ഒരു സർജറി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രോഗി ഒരിക്കലും ആ സർജറി നടക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞും രോഗി വേദനരഹിതമായി ഒരു ഓപ്പറേഷന് വിധേയമാകാൻ പറ്റും. 2, അനസ്തീഷ്യ നൽകുന്ന അനസ്തീഷ്യോളജിസ്റ്റ് രോഗിയുടെ ബാക്കിയുള്ള ശരീര ഘടനകളെ പറ്റി പൂർണ്ണമായും ബോധവാനായതുകൊണ്ട് ബാക്കിയുള്ള എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുക, ഉദാഹരണത്തിന് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് അനസ്തീഷ്യോളജിസ്റ്റിന് സാധിക്കും. പിന്നെ ഏറ്റവും നന്നായി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സർജനെ സഹായിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് അനസ്തീഷ്യ നൽകി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്. ഡോക്ടർ, ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് അനസ്തേഷ്യ നൽകേണ്ടി വരുന്നത്? ഏതൊക്കെ സാഹചര്യം എന്ന് ഉദ്ദേശിക്കുന്നത്, ചില ഓപ്പറേഷനുകൾ, നമ്മളിപ്പോൾ എല്ലാ ഓപ്പറേഷനും അനസ്തീഷ്യ ആവശ്യമാണ്. പക്ഷേ അനസ്തീഷ്യ നൽകുന്നത് പ്രധാനമായും 3 തരമായിട്ടാണ്: ജനറൽ അനസ്തീഷ്യ, റീജിയണൽ അനസ്തീഷ്യ, ലോക്കൽ അനസ്തീഷ്യ. ഇതിനകത്ത് ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയുന്നത് സാധാരണ സർജൻ തന്നെയാണ് കൊടുക്കുന്നത്. ജനറൽ അനസ്തീഷ്യയും റീജിയണൽ അനസ്തീഷ്യയും നൽകുന്നതിന് വേണ്ടിയാണ് സാധാരണയായി അനസ്തീഷ്യോളജിസ്റ്റിന്റെ സഹായം തേടുന്നത്. ഈ തരം കേസുകൾ, എല്ലാ കേസുകളും നമുക്ക് ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒട്ടേറെ ശരീരത്തിലെ ഒട്ടേറെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സർജറി, അല്ലെങ്കിൽ രോഗിയുടെ രോഗാവസ്ഥ മൂർച്ഛിച്ചിരിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഒരു അനസ്തീഷ്യോളജിന്റെ സഹായം സർജറിക്ക് അത്യാവശ്യമായി വേണ്ടി വരാറുണ്ട്. ഡോക്ടർ, എന്താണ് സ്പൈനൽ അനസ്തേഷ്യ? എപ്പോഴാണ് സ്പൈനൽ അനസ്തേഷ്യ നൽകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, അനസ്തീഷ്യ 3 തരമാണ്: ജനറൽ അനസ്തീഷ്യ, റീജിയണൽ അനസ്തീഷ്യ, ലോക്കൽ അനസ്തീഷ്യ. ഇതിൽ റീജിയണൽ അനസ്തീഷ്യ തന്നെ, റീജിയണൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ മാത്രം മരവിപ്പിക്കുന്ന, അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് അവിടെ കൂടെയുള്ള
ഞരമ്പുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ റീജിയണൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. റീജിയണൽ അനസ്തീഷ്യ തന്നെ രണ്ട് തരമാണ്. അത് ആ, ശരീരത്തിലെ സുഷുമ്ന നാഡിയെ മരവിപ്പിക്കുന്ന ഒരു തരം അനസ്തീഷ്യ. രണ്ട്, ബാക്കിയുള്ള കൈയിലെയും കാലിലെയും ഞരമ്പുകളെ മരവിപ്പിക്കുന്നത്. ഈ രണ്ട് തരമാണുള്ളത്. ഇതിൽ സുഷുമ്ന നാഡിയെ മരവിപ്പിക്കുന്ന അനസ്തീഷ്യ രണ്ട് തരമാണുള്ളത്: സ്പൈനൽ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ. ഇതിൽ നമ്മൾ ഏത് ഭാഗത്ത് മരുന്ന് ഇടുന്നു എന്നനുസരിച്ചാണ് സ്പൈനലും എപ്പിഡ്യൂറലും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ശരീരത്തിലെ സുഷുമ്ന നാഡിയെയും തലച്ചോറിനെയും കവർ ചെയ്ത് 3 ലെയറുകളുണ്ട്. ഏറ്റവും പുറത്തായി ഡ്യൂറ മാറ്റർ, അതിനുള്ളിലായി അരക്കിനോയിഡ് മാറ്റർ, അതിനുള്ളിലായി പയ മാറ്റർ എന്നൊക്കെയാണ് അവയുടെ പേരുകൾ. ഇതിൽ അരക്കിനോയിഡ് മാറ്ററിന് ഉള്ളിലായി നമ്മൾ മരുന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ ഡ്യൂറ മാറ്ററിന് വെളിയിലായി മരുന്നുകൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അനസ്തീഷ്യക്കാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ഡോക്ടർ, സ്പൈനൽ അനസ്തേഷ്യയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? സ്പൈനൽ അനസ്തീഷ്യയും ജനറൽ അനസ്തീഷ്യയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, സ്പൈനൽ അനസ്തീഷ്യ നൽകുമ്പോൾ ഒരു ഭാഗം മാത്രമേ അനസ്തറ്റൈസ്ഡ് ആകുന്നുള്ളൂ, ഒരു ഭാഗം മാത്രമേ മരവിക്കുന്നുള്ളൂ. അപ്പോൾ മൊത്തമായി നമുക്ക് ജനറൽ അനസ്തീഷ്യയിൽ മൊത്തമായി രോഗിയെ മയക്കുകയാണ്. അപ്പോൾ മൊത്തമായി മയക്കുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതയിൽ കുറവായിരിക്കും സ്പൈനൽ അനസ്തീഷ്യയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യത. രണ്ട്, സ്പൈനൽ അനസ്തീഷ്യയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അളവ് കുറവാണ്. മരുന്നുകളുടെ നമ്പറും കുറവാണ്. ജനറൽ അനസ്തീഷ്യയിൽ നമ്മൾ 20 മുതൽ 25 വരെയോളം മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും മരുന്നുകൾ ഇവിടെ വേണ്ടി വരില്ല. അപ്പോൾ മരുന്നുകൾ തമ്മിലും മരുന്നും ശരീരവുമായുള്ള പ്രതിപ്രവർത്തനത്തിനുള്ള സാധ്യത കുറവാണ് സ്പൈനൽ അനസ്തീഷ്യയിൽ. ഡോക്ടർ, നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ജോർജ് ആണ്. ജോർജ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ചെയ്ത മെഡിസിൻസിൽ 8-9 മെഡിസിൻസ് അനസ്തേഷ്യ മെഡിസിൻസ് ആയിരുന്നു എനിക്ക് അലർജി എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിൽ നമുക്ക് ഈ ഹലോ ക്ലിയർ ആകുന്നില്ല, ഡോക്ടറെ കേൾക്കാമോ? ഞാൻ അലർജി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് 6 അങ്ങനെ മിക്കവാറുള്ള അലർജി മെഡിസിൻ അനസ്തേഷ്യ മെഡിസിൻസ് ആയിരുന്നു എനിക്ക് അലർജിക്ക് കാണുന്നത്. എന്റെ മദറിന് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്ക് ഇതുപോലെ ഒരു ടെസ്റ്റ് ഡോസ് എടുത്തപ്പം അവ കാർഡിയക് അറസ്റ്റ് വന്നുപോയി. ശരി, താങ്കൾക്ക് എന്ത് സർജറി ചെയ്യാൻ വേണ്ടിയാണ്? അത് ലാപ്രോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് ചെയ്തത്. ഓക്കെ. അപ്പൊ എനിക്കുള്ളത് പ്രോസ്റ്റേറ്റിന്റെ ഒരു പ്രോബ്ലത്തിന് വേണ്ടിയായിരുന്നു ഞാൻ സർജറിക്ക് പോയപ്പോൾ എനിക്കുള്ള അനസ്തേഷ്യ മെഡിസിൻസ് എല്ലാം അലർജിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പേടിച്ച് ചെയ്തില്ല. നമുക്ക് അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധ്യതയുള്ളത്? ഓക്കെ, താങ്കൾക്ക് ഒട്ടേറെ മരുന്നുകൾ അലർജി എന്ന് പറഞ്ഞു. എങ്കിലും താങ്കൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്രോസ്റ്റേറ്റിന്റെ സർജറി സാധാരണ നമ്മൾ ട്രാൻസ്യൂറിത്തൽ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്, ടർപ്പ് എന്ന് പറഞ്ഞ സർജറിയോ അല്ലെങ്കിൽ റോബോട്ടിക് ബാക്കിയുള്ള സർജറികളോ ആയിരിക്കും ചെയ്യുന്നത്. ഇതിൽ ടർപ്പ് എന്ന് പറഞ്ഞ സർജറി നമുക്ക് സാധാരണ സ്പൈനൽ അനസ്തീഷ്യയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സ്പൈനൽ അനസ്തീഷ്യയിൽ ഉപയോഗിക്കുന്ന ലിഗ്നോക്കെയിൻ, ബ്യൂപ്പിവാക്കെയിൻ തുടങ്ങിയ മരുന്നുകൾ താങ്കൾക്ക് അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. അത് ഒരു റെക്കഗ്നൈസ്ഡ് സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല ഒരു അലർജി ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സാധാരണ ഈ മരുന്നുകൾക്ക് അലർജി കാണാറില്ല. അപ്പോൾ അതിൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. താങ്കൾ ടെസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന മരുന്നുകൾ മിക്കവാറും ജനറൽ അനസ്തീഷ്യയിൽ ഉപയോഗിക്കാനുള്ള മരുന്നുകളാകും എന്ന് ഞാൻ കരുതുന്നു. താങ്കളുടെ ഇതിനകത്ത് ചെയ്യേണ്ടത്, താങ്കൾ ഒരു പ്രീ അനസ്തറ്റിക് ഇവാലുവേഷൻ ക്ലിനിക്കിൽ പോവുക. PAC ക്ലിനിക്ക് എന്ന് പറഞ്ഞ് എല്ലാ
പ്രധാനപ്പെട്ട ആശുപത്രികളിലും അനസ്തീഷ്യയ്ക്ക് മുമ്പുള്ള പരിശോധനകൾ നടത്താറുണ്ട്. അവിടെ ചെന്ന് കാണിക്കുമ്പോൾ അവർ കൃത്യമായ മറുപടി പറയും. ഇതിന് അലർജി ഉള്ളതുകൊണ്ട് ഏത് തരം അനസ്തീഷ്യയാണ് താങ്കൾക്ക് ഏറ്റവും അനുയോജ്യം എന്നുള്ളത്. അതുവഴി താങ്കൾക്ക് സർജറി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, സ്പൈനൽ അനസ്തേഷ്യ നൽകുന്നത് എങ്ങനെയാണ്? അനസ്തേഷ്യയുടെ പ്രൊസീജിയർ ഒന്ന് വ്യക്തമാക്കാമോ? ഓക്കെ. സ്പൈനൽ അനസ്തീഷ്യ നൽകുന്നതിന് മുമ്പ് രോഗിയെ സ്പൈനൽ അനസ്തീഷ്യയ്ക്ക് വിധേയനാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിന് പ്രീ അനസ്തറ്റിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ നൽകുന്നതിന് മുമ്പുള്ള പരിശോധനകൾ നടത്തണം. അതിനാവശ്യമായ ടെസ്റ്റുകൾ ചെയ്യണം. സ്പൈനൽ അനസ്തീഷ്യ നൽകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അപ്പോൾ ബ്ലീഡിങ് പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. ബ്ലീഡിങ്ങിനുള്ള ചില ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ ലാബ് ടെസ്റ്റുകൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരാം. എല്ലാ രോഗികൾക്കുമല്ല, ചില രോഗികൾക്ക് അത് ചെയ്യേണ്ടി വരാം. ഇതിനുശേഷം രോഗിയുടെ സമ്മതപത്രം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം രോഗിയെയും രോഗിയുടെ ബന്ധുമിത്രാദികളെയും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം രോഗിയെ തിയേറ്ററിനകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ വെച്ച് അല്ലെങ്കിൽ അതിന് മുമ്പായോ രോഗിക്ക് പ്രീ മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ നൽകുന്നതിന് മുമ്പ് ചില മരുന്നുകൾ രോഗിയിലെ ഉത്കണ്ഠ കുറയ്ക്കാനും രോഗിയിലെ ആസിഡിന്റെ സെക്രേഷൻ കുറയ്ക്കാനും അങ്ങനെയൊക്കെയായി വൊമിറ്റിംഗ് ഛർദി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയും ഒക്കെയായി ചില മരുന്നുകൾ നൽകും. അതിനുശേഷം രോഗിയെ തിയേറ്ററിന് ശസ്ത്രക്രിയാ മുറിയിലേക്ക് പ്രവേശിക്കും. രോഗിക്ക് ഒരു ഡ്രിപ്പ് തുടങ്ങും. അതിനുശേഷം ചെരിച്ചു കിടത്തുകയോ അല്ലെങ്കിൽ ഇരുത്തിയോ പുറഭാഗം നല്ല വൃത്തിയാക്കിയതിനു ശേഷം ഒരു പ്രത്യേകതരം സൂചി നീഡിൽ ഉപയോഗിച്ച് സബറക്കനോഡ് സ്പേസ് ഐഡന്റിഫൈ ചെയ്ത് അതുവഴി ചില മരുന്നുകൾ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് അമ്പിളിയാണ്. അമ്പിളി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ അമ്പിളി ചോദിച്ചോളൂ. ഹലോ അമ്പിളി. കേൾക്കാം. ഹലോ ഡോക്ടർ, എനിക്ക് ഓപ്പറേഷൻ സിസേറിയൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിസേറിയൻ കഴിഞ്ഞപ്പോ എനിക്ക് അനസ്തേഷ്യ തന്നതിന് ശേഷമാണോന്ന് അറിഞ്ഞൂടാ. ഈ കാലിന്റെ ഇടതുവശത്ത് വേദന വരുന്നത്, ഈ നട്ടെല്ലിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ താഴോട്ട്. അമ്പിളി, ടിവിയുടെ വോളിയം ഇത്ര കുറച്ച് വെച്ച് സംസാരിക്കാമോ? താങ്കൾക്ക് സിസേറിയന് വേണ്ടി സ്പൈനൽ അനസ്തീഷ്യ തന്നതിന് ശേഷം കാലിന്റെ ഇടതുവശത്തായി വേദന അനുഭവപ്പെടുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്? ഇടതുവശത്ത് വേദന വരുന്നു. ഇടതുവശത്ത് നമ്മൾ സാധാരണയായി സ്പൈനൽ അനസ്തീഷ്യ തന്നു കഴിഞ്ഞാൽ സാധാരണ രോഗികൾക്കുള്ള ഭയം എന്ന് പറയുന്നത് സ്പൈനൽ അനസ്തീഷ്യ തന്നു കഴിഞ്ഞാൽ നടുവേദന വരുമോ എന്നുള്ളതാണ്. ഇതിന് നമ്മൾ പറയുന്നത് സാധാരണ ഒരു ആള് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് ഞാനോ നിങ്ങളോ റോഡിന്റെ സൈഡിലുള്ള നടപ്പാതയിലൂടെ നടന്നു കഴിഞ്ഞാൽ വണ്ടി ഇടിക്കാനുള്ള സാധ്യതയ്ക്ക് ഇക്വലന്റ് ആണ് സ്പൈനൽ അനസ്തീഷ്യ തന്നു കഴിഞ്ഞാൽ നടുവേദന വരാനുള്ള സാധ്യത. അപ്പോൾ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നടുവേദന വരാം. പക്ഷേ സാധാരണ ഒരു 95% ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ താങ്കൾക്ക് നടുവേദന വരുന്നതിന് വേറെയും കാരണമുണ്ട്. സാധാരണ നമ്മൾ ഒരു ഗർഭിണിയാകുമ്പോൾ താങ്കളുടെ വെർട്ടിബ്രയിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. വെർട്ടിബ്രയ്ക്ക് ഉള്ള പൊസിഷൻ ചിലതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന് ലംബാർ ലോർഡോസിസ് എന്ന് പറയും. നമുക്ക് 2 കേർവുകളാണുള്ളത്. അതിനകത്ത് ഒരു കേർവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു കേർവ് മുകളിലേക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പ്രഗ്നന്റ് ആകുമ്പോൾ, ഗർഭിണിയാകുമ്പോൾ കുട്ടി ഗർഭാശയത്തിനുള്ളതിനാൽ ഈ കേർവ് മാറി അത് വെളിയിലേക്ക് തള്ളും. ഇത് സ്പൈനലിന് കശേരുകയ്ക്ക് പൊസിഷൻ മാറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെയും ഗർഭസമയത്ത് നമ്മളിലുണ്ടാകുന്ന ഹോർമോണുകളിലെ ചില വ്യത്യാസങ്ങളുണ്ട്. പ്രൊജസ്ട്രോൺ അളവുകൾ കൂടുന്നതുകൊണ്ടും ലിഗമെന്റുകൾക്ക്
ലേശം ലാക്സിറ്റി വരുന്നതുകൊണ്ട് അവ കശേരുകളെ യഥാർത്ഥ സമയത്ത് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ വരുന്നതുകൊണ്ട് കൂടുതൽ ലാക്സ് ആയിരിക്കുന്നത് കൊണ്ട് ബാക്ക് ഏക്ക് വരാനുള്ള ഒരു സാധ്യത ഗർഭിണികൾ പ്രസവത്തിന് ശേഷം കണ്ടുവരാറുണ്ട്. ഇതിനുപരി നമ്മളുടെ വീടുകളിലെ പ്രധാനമായും നമ്മൾ ചെയ്യുന്ന ചില അൺസയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളും ഇതിന് കാരണമാകും. ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും മിറ്റമടിച്ച് കുനിഞ്ഞു നിന്നാണ് മിറ്റമടിക്കുന്നത്. വെള്ളം കോരുന്നത് കുനിഞ്ഞാണ്, അല്ലെങ്കിൽ തുണി അലക്കുന്നത് കുനിഞ്ഞു നിന്നാണ്, ഈവൻ തേങ്ങ ചിരകുന്നത് പോലും കുനിഞ്ഞു നിന്നാണ്. അതെല്ലാം ആ പൊസിഷനിലുള്ള വ്യത്യാസവും ഈ ബാക്കേക്കിന് സാധ്യത കൂടുതലുണ്ടാകും. കാരണം വീടുകളിൽ ഇപ്പോഴും ശരി ഡോക്ടർ, ഞാനൊന്ന് സമയക്കുറവ് മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പൈനൽ അനസ്തേഷ്യയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ തോമസ് പി ജോർജാണ്. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.